മനസ്സിലായോ? ഒന്നും ചെയ്യണ്ട, ഇതിനിട്ട് ഒരക്കൊന്നും ചെയ്യരുത്. അത് അവിടെ ഒന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. കിട്ടിയോ? അപ്പൊ ആ പൗഡർ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഫേസിന്റെ കളർ ഒരു വ്യത്യാസം വന്നതുകൊണ്ട് മാത്രം നമ്മൾ ഇവിടെയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഈ ഒരു ഏരിയ ഫുള്ള് ക്ലിയർ ആയില്ലേ? മനസ്സിലായോ? ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയി. ദെൻ നമുക്ക് നമ്മുടെ ഈ ഒരു സെക്ഷൻ കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ പരിപാടി അവസാനിപ്പിക്കാം. നമ്മൾ ഇനി നമ്മുടെ തന്നെ സ്കിൻ ഷെയ്ഡ് ഏതാണോ അതെടുത്തു. എന്നിട്ട് ആദ്യം നമ്മൾ എങ്ങനെയാണോ കണ്ണിൻ്റെ ആ ഒരു ഏരിയ നമ്മൾ ചെയ്തത് അതുപോലെ തന്നെ, ഒരു വ്യത്യാസവും ഇല്ല, അതുപോലെ തന്നെ നമ്മൾ ഡാബ് ചെയ്ത് ഈ ഒരു റെഡിനെ നമ്മുടെ ഷെയ്ഡിലേക്ക് കൊണ്ടുവരാം. നമ്മൾ റെഡ് ഇട്ട് ഉടനെ തന്നെ നമ്മുടെ സ്കിൻ കളർ ഇടാൻ പോയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, ആ റെഡ് നമ്മളിതിങ്ങനെ ഡാബ് ചെയ്യും തോറും ആ റെഡ് ഇങ്ങനെ മേളിൽ കയറി വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ എന്നാ കാണിച്ചാലും ആ റെഡ് ആയിരിക്കും പോയി നിൽക്കുന്നത്. സോ അങ്ങനത്തെ മണ്ടത്തരം ഒരിക്കലും കാണിക്കരുത്. ഇതിപ്പോൾ നമ്മൾ നമ്മുടെ സ്കിൻ ഷെയ്ഡിന്റെ ഒരു ഒറ്റ പോയിന്റ് ഡാർക്ക് ആയിരുന്നു എടുത്തത്, ഇത് ലൈറ്റ് ആയിരുന്നു എടുത്തത്. ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ ഇത് രണ്ടുമാണ് ഞാൻ കാണിച്ചു തന്നത്. എക്സാക്ട് നമ്മുടെ ഷെയ്ഡ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഇങ്ങനെ തന്നെ ഇരിക്കും. ഒരു ഷെയ്ഡ് എടുക്കുവാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. കണ്ടല്ലോ, ഇപ്പൊ ആ കളറങ്ങ് മാറി. പക്ഷെ ഇതിന്റെ ആ ഒരു ഡാർക്കിന്റെ ഷെയ്ഡ് അറിയാൻ പറ്റുന്നുണ്ട്. പൗഡർ ഇട്ട് സെറ്റ് ആയതുകൊണ്ട് ഇത് ആ ഒരു ലെവലിൽ തന്നെ ഇരിക്കുകയാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഏരിയയിൽ വളരെ ലൈറ്റ് ഒരു ഷെയ്ഡ്, ഇങ്ങനത്തെ ഇതിലൊരു ഷെയ്ഡ് എടുത്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് നൈസായിട്ട് ലൈറ്റൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കണ്ണിൻ്റെ അവിടെ ഇതൊരു നാച്ചുറൽ ഫിനിഷിൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഇനി നമുക്കിതിനെയും എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്ത് ചെയ്യേണ്ട, സെറ്റ് ചെയ്യാം. പൗഡർ എടുക്കാം, ഒന്നുമില്ല, സിമ്പിൾ. 2 തട്ട്